നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി അങ്ങനെ 300 പോയിന്റിൻ്റെ അടുത്തും സെൻസെക്സ് ഏകദേശം ഒരു 900 പോയിന്റിൻ്റെ അടുത്തും ഇടിവ് രേഖപ്പെടുത്തിയ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ദിവസമാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇന്നത്തെ ഇടിവ് നമുക്കൊരു അപ്രതീക്ഷിതമായി വന്ന ഒരു ഇടിവല്ല. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു ഇടിവ് കണ്ടു. ഇന്നലെ US മാർക്കറ്റിൽ ഇടിവ് കണ്ടു. ഏഷ്യൻ മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു 3500 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ US കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു മാന്ദ്യ സാധ്യതകളും മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന ചെറിയ സംഘർഷ സാധ്യതകളും എല്ലാം തന്നെ നിലനിർത്തിയാണ് ഇന്ന് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഇന്നലത്തെ ക്ലോസിംഗ് കാണാം. ഏകദേശം ഒരു 25,000 മുകളിൽ നമുക്ക് ഇന്നലെ ക്ലോസിംഗ് കിട്ടിയിരുന്നു. ഇന്ന് നമ്മൾ ഓപ്പണിംഗ് കാണാം 24,840. ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ലോ 24,760. അതിനുശേഷം ആ ഒരു ലോ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്തു. അതായത് ഇന്നത്തെ ആദ്യത്തെ ക്യാൻഡിൽ ഉണ്ടാക്കിയ ലോ വീണ്ടും താഴെ പോയി നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്ത് 24,700 ഇപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റിയിൽ ഇന്ന് ഐഷർ മോട്ടേഴ്സ് 5%, മാരുതി സുസുക്കി 5%, ടാറ്റ മോട്ടേഴ്സ് 4%. ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ഓട്ടോ സെയിൽസ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രമുഖരായിട്ടുള്ള എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളുടെയും സെയിൽസ് കുറഞ്ഞതുകൊണ്ട്, കൂടാതെ തന്നെ ശക്തമായ റാലിയിൽ ആയതുകൊണ്ടും സ്റ്റോക്ക് സ്വാഭാവികമായി താഴെ പോയി. ഇൻഡൽകോയും JSW സ്റ്റീലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട നിഫ്റ്റി 50-ലുള്ള കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഇന്നലെ ഏറ്റവും താഴെ നിന്ന് തുടങ്ങാം. ഇന്നലെ US മാർക്കറ്റ് 13% വിക്സ് സ്പൈക്കായിരുന്നു. നാസ്ഡാക്ക് ഏകദേശം 400 പോയിന്റ് ഇടിഞ്ഞിരുന്നു. ഡോയും 400 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞിരുന്നു. പിന്നീട് ഏറ്റവും താഴെ നിന്ന് മുകളിൽ കാണുന്നതെല്ലാം തന്നെ ഇന്നത്തെ ഡേറ്റയാണ്. അതായത് ഇന്നത്തെ UK മാർക്കറ്റ് ഇടിഞ്ഞു, ഇന്നത്തെ ഫ്രാൻസ് മാർക്കറ്റ് ഇടിഞ്ഞു, ഇന്നത്തെ ജർമ്മൻ മാർക്കറ്റ് ഇടിഞ്ഞു. ഇന്ന് ഇന്ത്യ വിക്സും 11% സ്പൈക്ക് രേഖപ്പെടുത്തി 14. ഇന്നത്തെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇന്നും 2182 പോയിന്റ്. കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഇടിവിലാണ്. ഗോൾഡ് ശക്തമായി കയറി $2,461 പെർ ഔൺസ്. ബ്രന്റ് ഓയിലും 79. കൂടാതെ തന്നെ ബിറ്റ്കോയിൻ 64,848 എന്ന നിലയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽപ്പ്. മാർക്കറ്റ് ഇടിഞ്ഞെങ്കിൽ കൂടിയും ഇന്ന് പ്രത്യേകതകൾ കണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് HDFC ബാങ്ക് എന്ന് വെച്ചിട്ട് 1.6% ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ മികച്ച റിസൾട്ട് വന്നതുകൊണ്ടും സൊമാറ്റോ റാലി രേഖപ്പെടുത്തി. പേടിഎമ്മിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ NFC സൗണ്ട് ബോക്സ്, ആ ഒരു പേയ്മെൻറ്റ് ബോക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും സൊമാറ്റോയായിട്ട് ബിസിനസ് ടൈപ്പ് ചെയ്തതുകൊണ്ടും പേടിഎമ്മും ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒന്നടങ്കം ഒരു ഹയർ വാല്യുവേഷനിലാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെയാണ് US നിന്നൊരു മാന്ദ്യ സാധ്യത. കൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. വാട്ട് ഈസ് നിഫ്റ്റി PE എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ PE 24 നിഫ്റ്റിയുടെ പ്രൈസ് ടു ഏണിംഗ് നിൽക്കുന്നത് 24. സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ന്യൂസ് ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് കാണും. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായ ഇടിവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇടിവേ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് 2000 പോയിന്റിലേറെയാണ് ഇടിവ് രേഖപ്പെടുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലും US മാർക്കറ്റിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഇടിയുമ്പോൾ ചില സ്റ്റോക്കുകളിൽ ബൈയിങ് ആണ് കാണുന്നത്. ഇന്ന് HDFC ബാങ്കിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇന്ന് CDSL റാലി രേഖപ്പെടുത്തി. ഇന്ന് IX റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇന്ന് നസാറ ടെക് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാല്യുവേഷൻ കുറഞ്ഞ സ്റ്റോക്കുകളിൽ ആളുകൾ മാർക്കറ്റ് ഇടിയുമ്പോൾ കയറുന്ന കാഴ്ചയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. കാരണം ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഫണ്ട് ഇൻഫ്ലോ വളരെ ശക്തമാണ്. അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ട് ലംബാ ടൈമിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ മാത്രമാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നത്. ഒരു ദിവസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാകുന്ന ഇടിവൊക്കെ ആളുകൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളുടെ മാർക്കറ്റിൽ കരുതി പോകുന്നത്. എനിവേ, സ്റ്റോക്കുകളുടെ കുറച്ച് ന്യൂസിലേക്ക് വരുമ്പോൾ ക്യാംസിൻ്റെ റിസൾട്ട് വന്ന് നെറ്റ് പ്രോഫിറ്റ് 42% ഉയർന്ന് 108 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ശക്തി പമ്പ് ഇന്ന് 5% അപ്പർ സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് UPയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 558 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡെലിവറി കമ്പനി ഇവർ കഴിഞ്ഞ തവണ 13 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 97 കോടി രൂപയുടെ പ്രോഫിറ്റാണ്. മിസ്റ്റർ ബക്ടേഴ്സ് ഫുഡ് കമ്പനി കഴിഞ്ഞ തവണ 34 കോടി രൂപ, ഈ തവണയും 35 കോടി രൂപ ന്യൂട്രലാണ്. UPL കമ്പനി കഴിഞ്ഞ തവണ 166 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റിൽ നിന്ന് ഈ തവണ കമ്പനി 380 രൂപ ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഈ തവണ 2360 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 1960 കോടി രൂപ ആയിരുന്നു. ധനുക
അഗ്രിടെക് കമ്പനി കഴിഞ്ഞ തവണ 32 കോടി രൂപ, ഈ തവണ 48 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി ഈ തവണ 83 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 94 കോടി രൂപ ഉണ്ടായിരുന്നു. എഡൽവൈസ് ഫിനാൻസ് കമ്പനി 50 കോടി രൂപയിൽ നിന്ന് 58 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മോൾടെക് പാക്കിംഗ് കമ്പനി 18 നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. SML ഇസൂസു കമ്പനി 31 നിന്ന് 46 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. SML ഇസൂസുവിൻ്റെ എല്ലാം തന്നെ ഡിമാക്സ് ട്രക്ക് വാഹനം ഇപ്പോൾ വളരെ ജനപ്രിയമായ ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് സ്വന്തമാക്കാൻ വളരെയധികം ഇഷ്ടമുള്ള വാഹനമാണ് SML ഇസൂസിൻ്റെ ഡിമാക്സ്. റാനെ ഹോൾഡിംഗ് കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. TTK ഹെൽത്ത് കെയർ കമ്പനി 15 നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇൻഫി ബീംസ് കമ്പനി 26 നിന്ന് 70 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സൈഡസ് വെൽനസ് കമ്പനി 110 കോടി രൂപയിൽ നിന്ന് 147 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. PSV പ്രൊജക്റ്റ് കമ്പനി 37 നിന്ന് 34 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. മാന്ദ്യ സാധ്യത അത് നിലനിൽക്കുന്നുണ്ടെന്നാണ് US നിന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് PE റേഷ്യോ ആണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എപ്പോഴൊക്കെയാണോ ഒരു 25 ഒക്കെ കടക്കുന്നത്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മാർക്കറ്റ് ഇടിയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ചില ഇടിവുകൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ലെങ്തി ആയിട്ട് നിൽക്കും. അതിനുശേഷം ഈ റീറ്റെയിലേഴ്സിൻ്റെ എല്ലാം തന്നെ ഈ പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി മാർക്കറ്റ് കയറിയില്ലേ എന്ന് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പേടി വർദ്ധിക്കുമ്പോൾ ആണ് മാർക്കറ്റ് തിരികെ കയറാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ്. മാർക്കറ്റ് തിരികെ കയറുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്ന അവസ്ഥ, കാശില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ലിക്വിഡ് ഫണ്ടുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മുടെ മാർക്കറ്റ് ഇടിയുമ്പോൾ ആ ലിക്വിഡ് ഫണ്ടുകളുടെ വാല്യൂ ഇടിയാതെ, എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ ഈ ലിക്വിഡ് ഫണ്ടുകൾ അതേ പ്രൈസിന് തന്നെ വിറ്റ് ക്യാഷാക്കി നല്ല സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു പുതിയ കാര്യമൊന്നുമല്ല. മാർക്കറ്റ് സഡൻ ഫോൾ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് റിട്ടേൺ കിട്ടാറുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഡിപ്പ് എവിടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സഡൻ ഫോൾ വരുമ്പോൾ എല്ലാ പൈസയും എടുത്ത് ഡംപ് ചെയ്യാതെ ക്ഷമയോടെ കാത്തിരിക്കണം. ഓരോ ഡിപ്പിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. അറിവിനേക്കാൾ കൂടുതൽ ക്ഷമയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രേഡേഴ്സെല്ലാം തന്നെ ക്ഷമ ഉണ്ടാവാനായിട്ട് യോഗയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്, മാർക്കറ്റിൽ വിജയിച്ച ആളുകൾ വളരെയധികം കാമം കോയിട്ടായിരിക്കും. വളരെയധികം ബഹളം വെക്കുന്ന ആളുകൾ മാർക്കറ്റിൽ ആക്ച്വലി വിജയിച്ച ആളുകളല്ല. മാർക്കറ്റിൽ യഥാർത്ഥമായിട്ട് വിജയിച്ച ആളുകൾ വളരെ കാമായിരിക്കും. അവരുടെ പേഴ്സണൽ ലൈഫിലും അവർ വളരെയധികം അടക്കും ചിട്ടയുമുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്നാണ് പൊതുവേ കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ വേറൊരു വ്യക്തിയോട് അഗ്രസീവായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ചാർട്ടിനോടായിരിക്കും ദേഷ്യം. ഒരു ലോസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം. ആരുടെ ദേഷ്യം? ചാർട്ടിനോട് ദേഷ്യം. ചാർട്ട് അത് വകവെക്കോ ഇല്ല. എത്ര ലോസ് ഉണ്ടാക്കിയാലും ചാർട്ടിന് നമ്മളോട് അല്ലെങ്കിൽ മാർക്കറ്റിന് നമ്മളോട് യാതൊരു സിമ്പതിയും തോന്നില്ല. എത്ര കാശ് പോയാലും സിമ്പതി തോന്നില്ല. അതുകൊണ്ട് തന്നെ ചാർട്ടിനോട് ദേഷ്യം വെക്കലില്ല. ചാർട്ടിനോട് നമ്മൾ നയപരമായിട്ട് ബിഹേവ് ചെയ്യണം. ഞാൻ പറയാൻ കാരണം, ഈ പേഴ്സണൽ മെച്യൂരിറ്റിയും ട്രേഡിംഗ് മെച്യൂരിറ്റിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ അടുത്തൊക്കെ കോഴ്സ് ഒക്കെ പഠിക്കാൻ വരുമ്പോൾ വളരെയധികം ഹയർ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. പക്ഷേ എടുക്കുന്ന ട്രേഡ് അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ട്രേഡുകളെല്ലാം തന്നെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ട്രേഡാണ്. വരുത്തിയിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് അവരുടെ എല്ലാം തന്നെ ഒരു 6 മാസത്തെ സാലറിയൊക്കെയാണ് ഒരു 1-2 ട്രേഡിലൂടെ അവർ കത്തിച്ച് കളയുന്നത്. അപ്പോൾ ഞാനിപ്പോഴും പറയാറുണ്ട്, ആ കാശ് കൊണ്ട് ഫാമിലിയായിട്ട് സിംഗപ്പൂരിൽ ടൂർ പോയി വരാമല്ലോ. പക്ഷെ അതിന് ആർക്കും മടിയാണ്. ട്രേഡിങ്ങിൽ കാശ് കത്തിച്ച് കളയുന്നതിന് ആർക്കും മടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ATM മെഷീനല്ല. കാശ് അങ്ങോട്ടിട്ട കാശ് തിരിച്ചു വരുന്ന ഒരു കാര്യമല്ല. വീക്കെൻഡാണ്. കുറച്ച് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീക്കെൻഡിൽ ഇങ്ങനൊരു വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടത്. ഇതുവരെ ന്യൂസ് കണ്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ട ആളുകൾക്ക് ഇതൊരു ചിന്തിക്കാനായിട്ടുള്ളൊരു വിഷയമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.